நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ വളരെ പ്രശസ്തമായ തിരുക്കോത്തുമ്പി എന്ന അധ്യായത്തിലേക്കാണ് നാം ഇവിടെ കിടക്കുന്നത്. മാണിക്യവാചകർ ശിവനിൽ നിന്ന് കാരുണ്യാമൃതം നുകർന്ന തൻ്റെ അനുഭവത്തെ വണ്ടിനോട് വിവരിച്ച് അതെല്ലാം ശിവനോട് ചെന്ന് പറഞ്ഞ് ശിവൻ്റെ മഹത്വത്തെ പാടിപ്പുകഴ്ത്തുക തനിക്ക് വേണ്ടി എന്ന് ശിവൻ്റെ സഖിയായ വണ്ടിനോട് മാണിക്യവാചകർ പറയുന്നു. അപ്പോൾ ശിവൻ്റെ സഖിയാണ് വണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ശിവൻ ചൂടിയ കൊന്നപ്പൂമാലയിൽ ഈ വണ്ടുകൾ എപ്പോഴും വന്ന് ഇരിക്കാറുണ്ട്. അപ്പോൾ ശിവൻ്റെ ശിരസിൽ വണ്ടുകൾ ചുറ്റും വട്ടമിട്ട് പറന്ന് ആ പൂക്കളിൽ കൊന്നപ്പൂക്കളിൽ വന്നിരിക്കാറുണ്ട്. അതുകൊണ്ട് വണ്ടുകൾ ശിവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവിടെ തിരുക്കോത്തുമ്പി എന്നാണ് പറയുന്നത്, വലിയ തുമ്പി. ഇവിടെ തുമ്പി എന്നുള്ളതിന് ഈ സംഘകാല കവിതകളിലെല്ലാം വണ്ട് എന്നാണ് അർത്ഥം. അതേസമയം ആദിമ ദ്രാവിഡ മൂലഭാഷയിൽ തുമ്പി എന്നുള്ളത് മലയാളത്തിൽ പറയുന്ന തുമ്പി തന്നെയാണ്. അപ്പോൾ സംഘകാലത്തെ തുമ്പി വണ്ടായിട്ട് സംഘകാലകർത്താക്കൾ കരുതുമ്പോൾ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഈ തുമ്പി എന്നുള്ള അതിപ്രാചീനമായ ദ്രാവിഡ പദം നാം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. അത് തുമ്പി എന്ന അർത്ഥത്തിൽ തന്നെയാണ്. നമ്മുടെ ഓണത്തുമ്പി എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള പൂത്തുമ്പി, ആ തുമ്പിയെക്കുറിച്ചിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സംഘകാല കൃതികളിൽ വച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വണ്ടിനോട് പറയുന്നതാണ്. അതേസമയം അതിപ്രാചീനമായ ദ്രാവിഡ പദമായ തുമ്പി എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന തുമ്പി എന്ന അർത്ഥം തന്നെയാണ്. അപ്പോൾ ഒന്നുകിൽ തുമ്പിയാകാം അല്ലെങ്കിൽ വണ്ടാകാം. ഏതായാലും തുമ്പിയും വണ്ടും രണ്ടും ശിവൻ്റെ ആത്മീയ സന്തതികളാണ്. വണ്ടും തുമ്പിയും ശിവനുമായി അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ജീവികളാണ്. തുമ്പി ആണ് സത്യത്തിൽ കൂടുതൽ ശ്രദ്ധേയമായിരിക്കുന്നത്. വണ്ടിനേക്കാൾ തുമ്പിക്കാണ് കൂടുതൽ ശിവനുമായിട്ട് അടുപ്പം. അപ്പോൾ ഈ ഈശ്വര സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് ഈ തുമ്പിയും അതേപോലെ തന്നെ വണ്ട്. അതുകൊണ്ട് തന്നെ അതിപ്രാചീന കാലത്ത് നമ്മുടെ നാടോടി ഗാനശാഖയിൽ വണ്ടിൻ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തുമ്പിപ്പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഓണത്തുമ്പിപ്പാട്ടുകളൊക്കെ നമുക്ക് സ്ഥിരപരിചിതമാണ്. തുമ്പി എന്തേ തുള്ളാത്തു എന്നൊക്കെ പാടിക്കൊണ്ടുള്ള ഒരുപാട് നാടൻ ഗാനങ്ങളുണ്ട്. ഈ തുമ്പി എന്നുള്ളത് ആത്മീയ പ്രതിഭാസമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ വണ്ടും ഇതുപോലെ ഒരു ആത്മീയ പ്രതിഭാസമാണ്. ആധുനിക കാലത്ത് ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയ OV വിജയൻ തൻ്റെ നോവലിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഈ ഒരു വലിയ പ്രതീകമായിട്ട് തുമ്പിയെ ആത്മീയതയുടെ ഒരു പ്രതീകമായി വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ തുമ്പിയെ പിടിക്കുന്ന ഒരു കഥാപാത്രം തന്നെയുണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ. അത് അപ്പുക്കിളി എന്നൊരു ജന്മാന്തരങ്ങൾക്കും അപ്പുറം കടന്ന് എന്നൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ഈ ആത്മീയതയുമായിട്ട് പ്രത്യേകിച്ചും ഭാഗവതവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഭാവിയിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഭാഗവത ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഭാഗവതവുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഈ തുമ്പി അല്ലെങ്കിൽ വണ്ടുമായിട്ടുള്ള ആത്മീയ പ്രതിഭാസവുമായുള്ള ബന്ധം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഈ നാടൻ കലാരൂപത്തിന്, നാടൻ ഗാനശാഖയ്ക്ക്, ഫോക്ക് സോങ്ങിന് ഒരു ആധികാരിക രൂപം കൊടുത്തത് ഭാഗവതമാണ്.
ഭാഗവതത്തിലൊരു വണ്ടിൻ്റെ പാട്ടുണ്ട്. ഭ്രമരഗീതം എന്നാണ് പറയുന്നത്. 10ാം സ്കന്ധത്തിലെ 47ാം അധ്യായത്തിൽ ഈ വണ്ടിൻ്റെ സംഗീതമാണ് അവലപിക്കുന്നത്. അതായത് ഗോപികമാരെ ശ്രീകൃഷ്ണൻ പിരിഞ്ഞുപോയി, വേർപെട്ടുപോയി. അങ്ങനെ വിരഹികളായ ഗോപികമാർ കൃഷ്ണനെ തേടി തേടി അലഞ്ഞലഞ്ഞ് നടക്കുകയാണ്. അവർ വിരഹവേദന കൊണ്ട് വെന്തുരുകയാണ്. അപ്പോൾ അതിലൊരു ഗോപി വണ്ടിനെ കണ്ടപ്പോൾ പറയണം, ഉദ്യാനത്തിലെ വണ്ടിനെ കണ്ടപ്പോൾ പറയണം, അല്ലയോ വണ്ടേ, നീ ഞങ്ങളുടെ ഹൃദയവേദനകൾ മുഴുവനും ശ്രീകൃഷ്ണനോട്, ഞങ്ങളുടെ പ്രിയതമനോട് ചെന്ന് പറയൂ എന്ന് പറഞ്ഞ് വണ്ടിനോട് പറയുന്നൊരു ഭാഗമുണ്ട് ഗോപി. ആ ഗോപി പറയുന്ന വണ്ടിനോട് പറയുന്ന ഭാഗത്തിന് ഭ്രമരഗീതം എന്നാണ് പറയുന്നത്. അതായത് ഗോപികമാർ വണ്ടിനോട് തങ്ങളുടെ വിരഹദുഃഖത്തെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാനോട് പറയാൻ ചെന്ന് കെഞ്ചുന്ന ഒരു ഗാനം. വളരെ ടച്ചിങ് ആണത്. ഇതേ അവസ്ഥ തന്നെയാണ് മാണിക്യവാചകരും വണ്ടിനോട് പറയുന്നത്. അല്ലയോ വണ്ടേ, ശിവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നീ ഭഗവാന്റെ അടുത്ത് ചെന്ന്, ഭഗവാന്റെ സുഹൃത്താണല്ലോ നീ, അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ചെന്ന് എൻ്റെ നന്ദി മുഴുവനും അറിയിക്കുക എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതാണ് നാം ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കണമെങ്കിൽ ഭാഗവതത്തിലെ ഭ്രമരഗീതത്തിലേക്ക് നമുക്ക് നോക്കണം. നമുക്ക് ആ ഭ്രമരഗീതത്തിലെ കുറച്ച് ഭാഗം, അതായത് ഭാഗവതത്തിലെ 10ാം സ്കന്ധത്തിലെ ഭ്രമരഗീതം എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കൃഷ്ണൻ വേർപിരിഞ്ഞപ്പോൾ വേദന കൊണ്ട് വിരഹിയായ ഒരു ഗോപി പറയുകയാണ്. ഗോപി പറഞ്ഞു, വണ്ടേ, കപടനായ കൃഷ്ണൻ്റെ ബന്ധുവായവനെ, സപത്നിയുടെ സ്തനങ്ങളെ മർദ്ദിച്ചതിനാൽ അവിടെ അണിഞ്ഞിരിക്കുന്നതും കൃഷ്ണൻ്റെ മാലയിൽ പറ്റിയതുമായ കുങ്കുമം ധാരാളമുള്ള നിൻ്റെ കൊമ്പുകൾ കൊണ്ട് ഞങ്ങളുടെ കാൽ തൊട്ടു പോകരുത്. ആ യദുപതി യാദവ സദസ്സിൽ പോലും പരിഹാസ്യനായി ആ പൗരസ്ത്രീകളെ തന്നെ പ്രസാദം വഹിപ്പിച്ചു കൊള്ളട്ടെ. ആ യദുപതിയുടെ ദൂതനായ നീ ഇങ്ങനത്തവനാണല്ലോ എന്ന് പറഞ്ഞ് വണ്ടിനെ കുറ്റപ്പെടുത്തിയാണ്. ആ കൃഷ്ണനോടുള്ള പരിഭവം മുഴുവനും കൃഷ്ണൻ്റെ സുഹൃത്തായ വണ്ടിനോടും കാണിക്കുകയാണ്. മറ്റ് സകലതും വിസ്മരിപ്പിക്കുന്ന തൻ്റെ അധരാമൃതം ഒരിക്കൽ പാനം ചെയ്യിച്ച് ആ യദുപതി വണ്ട് പൂക്കളെ എന്ന പോലെ ഞങ്ങളെ പെട്ടെന്ന് ഉപേക്ഷിച്ചു. ലക്ഷ്മിയും അവിടുത്തെ പാദപത്മത്തെ എങ്ങനെ പരിചരിക്കുന്നു? ലക്ഷ്മി അവിടുത്തെ കപടവാക്യങ്ങളാൽ ഹൃദചിത്തയായി ആ പാദം സേവിക്കുന്നത് കഷ്ടം തന്നെ. വണ്ടേ, പലതവണ അനുഭവിച്ചറിയാഞ്ഞിട്ടുള്ള ആ യാദവന്മാരുടെ പത്നിയെപ്പറ്റി ഗ്രഹം പോലുമില്ലാതായി തീർന്ന ഞങ്ങളുടെ മുന്നിൽ എന്തിനധികം പാടുന്നു? അങ്ങയെപ്പറ്റിയുള്ള പ്രസംഗം അങ്ങയുടെ ഇപ്പോഴത്തെ സഖിമാരുടെ മുന്നിൽ തന്നെ പാടിയാൽ മതി. അങ്ങയ്ക്ക് പ്രിയപ്പെട്ടവരും അങ്ങയുടെ ആലിംഗനത്തിൽ നശിപ്പിക്കപ്പെട്ട കുജങ്ങളുടെ പീഡയോടുകൂടിയവരുമായ ആ നഗരസ്ത്രീകൾ അങ്ങയുടെ ഇഷ്ടം മുഴുവൻ സാധിപ്പിക്കും. സ്വർഗത്തിലും ഭൂമിയിലും പാതാളങ്ങളിലുമുള്ള പരമസുന്ദരിമാരിൽ വച്ച് ആരാണ് കപടമായും മനോഹരവുമായുള്ള മന്ദഹാസം കൊണ്ട് പുരികങ്ങൾ വളച്ച് കടാക്ഷിക്കുന്ന അങ്ങയ്ക്ക് പ്രാപിക്കാൻ വിഷമമായിട്ടുള്ളത്? യാതൊരു ആളുടെ പാദരജസിനെ ലക്ഷ്മീദേവി പോലും മഹാഭാഗ്യമായി കരുതി ഉപാസിക്കുന്നു. ആ അങ്ങയ്ക്ക് ഞങ്ങൾ എത്ര നിസ്സാരകൾ! എന്നാലും കൃപണന്മാരിൽ അനുകമ്പ ചെയ്യുന്നവരിലാണല്ലോ ഉത്തമ ശ്ലോകശബ്ദം പ്രവർത്തിപ്പിക്കപ്പെടുന്നത്. ശിരസിൽ വച്ച് പാദം വിടുക, മുകുന്ദനിൽ നിന്ന് പഠിച്ചു വന്ന ദൂതകർമ്മങ്ങളുടെ മനോഹര വാക്കുകൾ കൊണ്ട് പ്രസാദിപ്പിക്കാൻ സമർത്ഥനായ അല്ലയോ വണ്ടേ, സർവ്വരഹസ്യവും ഞാൻ അറിയുന്നുണ്ട്. അങ്ങയ്ക്ക് വേണ്ടി
ഇവിടെ പുത്രർ, പതി മുതലായ ഐഹിക വസ്തുക്കളെയും പരലോക സാധനമായ ധർമ്മത്തെയുമെല്ലാം വിട്ട് ഞങ്ങളെ അങ്ങ് എന്തിനു കൈവെടിഞ്ഞു? യാതൊരാൾ കാട്ടാളനെന്നോണം അതിക്രൂരമായി കപിവരനായ ബാലിയെ നിഗ്രഹിച്ചോ? യാതൊരാൾ സ്ത്രീയിൽ അത്യാസക്തനായി തന്നെ കാമിച്ചു വന്ന സ്ത്രീയുടെ മൂക്കും മുലയും അരിഞ്ഞ് വിരൂപയാക്കിയോ? യാതൊരാൾ പൂജയെല്ലാം സ്വീകരിച്ച് മഹാബലിയെ കാക്കകളെ പോലെ കൃതജ്ഞത പോലുമില്ലാതെ ബന്ധിച്ചുവോ? ആ കറുത്ത വർഗത്തിൻ്റെ സഖ്യം മതി. അങ്ങയുടെ കഥയാകുന്ന അർത്ഥം ഉപേക്ഷിക്കുവാൻ അസാധ്യമാകുന്നു. എന്തു ചെയ്യാം? അങ്ങയുടെ ലീലാചരിതമാകുന്ന കർണാമൃതത്തിൻ്റെ ഒരു തുള്ളി ഒരിക്കൽ കുടിച്ചതുകൊണ്ട് തന്നെ രാഗാദികളെല്ലാം വിട്ടവരും നഷ്ടപ്രായരുമായ അനേകം പക്ഷികൾ പോലും ദുഃഖിതമായ കുടുംബത്തെ വിട്ട് പ്രാണവൃത്തി മാത്രം ചെയ്തുകൊണ്ട് ഭിക്ഷുക്കളെ പോലെ ചരിക്കുന്നു. ഉപമന്ത്രി കാട്ടാളന്മാരുടെ പാട്ട് കേട്ട് അവർ ഹിതകരമെന്ന് തെറ്റിദ്ധരിച്ച് അജ്ഞകളായ മാൻപേടകൾ അവരുടെ ശരങ്ങളാൽ മുറിക്കപ്പെട്ട് എപ്രകാരം പീഡയനുഭവിക്കുന്നുവോ അപ്രകാരം കപടനായ അങ്ങയുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് ആ അജ്ഞകളായ ഞങ്ങൾ അങ്ങയുടെ നഖസ്പർശം കൊണ്ടുള്ള സ്മരപീഡകളെയാണ് പിന്നെയും പിന്നെയും അനുഭവിക്കുന്നത്. പ്രിയസഖയായ വണ്ടേ, അങ്ങ് പ്രാണപ്രിയനായ കൃഷ്ണനാൽ പിന്നെയും അയക്കപ്പെട്ടു വന്നതാണോ? ഭഗവാന് എന്തു വേണം? അങ്ങ് വരിക്കുക. അങ്ങ് എനിക്ക് മാന്യനാകുന്നു. പതിവ്രതകളായ ഞങ്ങളെ നിരന്തരം പത്നീസമേതനായി വർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർശ്വത്തിലേക്ക് എങ്ങനെ ഞങ്ങളെ അയക്കും? ലക്ഷ്മീദേവി നിരന്തരം ഒന്നിച്ചു തന്നെ വർത്തിക്കുന്ന, അതുമാത്രമല്ല മാറിടത്ത് തന്നെ സദാ വർത്തിക്കുന്നു. സൗമ്യ, അല്ലയോ പ്രിയ സഖാവായ വണ്ടേ, ആര്യപുത്രൻ ഇപ്പോൾ മധുരാപുരിയിൽ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം മാതാപിതാക്കളുടെ ഗ്രഹങ്ങളെയും ബന്ധുക്കളായ ഗോപന്മാരെയും സ്മരിക്കുന്നുണ്ടോ? അദ്ദേഹം നിത്യദാസികളായ ഞങ്ങളുടെ കഥകൾ എപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ? അകിലു പോലെ സുഗന്ധം വഴിയുന്ന കൈ ഞങ്ങളുടെ ശിരസിൽ എപ്പോൾ വെച്ച് അനുഗ്രഹിക്കും? ഇതാണ് ഒരു ഗോപി വണ്ടിനോട് പറയുന്ന ഭ്രമരഗീതം. അപ്പോൾ ഈ ഭ്രമരഗീതത്തിൽ ആ ഗോപി തൻ്റെ ഹൃദയവ്യതകൾ അത്രയും പരിഭവഭാവത്തിൽ വണ്ടിനോട് പറയുകയാണ്. വണ്ട് ചെന്ന് തൻ്റെ സുഹൃത്തായ ശ്രീകൃഷ്ണനോട് ഈ കാര്യങ്ങളെല്ലാം പറയണമെന്ന് പറയുകയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് മാണിക്യവാചകർ തൻ്റെ കൃതജ്ഞത മുഴുവനും ശിവൻ തന്നിൽ ചൊരിഞ്ഞ കാരുണ്യവായ്പിന് അത്രയും നന്ദി പറഞ്ഞുകൊണ്ട് വണ്ടിനോട് പറയുന്നത്. നമുക്ക് ആദ്യത്തെ പാടൽ മാത്രം നോക്കാം. പൂവിൻ ഭക്തനും മഹേന്ദ്രനും ചേലെഴും നാവിൻ മകളും നാരായണനും മറകളും മുപ്പരും ജ്യോതിസും വാനോരും മറിയാത്തോരെ പെരും ചേവടിക്ക് അരികത്ത് ചെന്നത് പാടൂ വരിവണ്ടേ നീ. അപ്പോൾ ശിവൻ്റെ അരികത്ത് ചെന്ന്, അല്ലയോ വണ്ടേ, നീ എൻ്റെ കൃതജ്ഞത മുഴുവനും ശിവനെ അറിയിക്കണം. എങ്ങനെയുള്ള ശിവൻ? പൂവിൻ മകനും മഹേന്ദ്രനും ചേലെഴും നാവിൻ മകളും. അങ്ങനെ വിഷ്ണുവും ബ്രഹ്മാവും അതേപോലെ സരസ്വതീ ദേവിയും നാരായണനും അതായത് വിഷ്ണുവും എല്ലാം തന്നെ മറകളും മുപ്പരും ജ്യോതിസും വാനോരും എല്ലാവരും ശിവനെ സ്തുതിക്കാൻ വേണ്ടി ശിവൻ്റെ സമീപത്തുനിന്ന് ചെന്ന് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. അങ്ങനെയുള്ള ശിവൻ്റെ അടുത്ത്, അല്ലയോ വണ്ടേ, നീ എൻ്റെ കൃതജ്ഞത എനിക്ക് നൽകിയ ജ്ഞാനാമൃതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലയോ വണ്ടേ, നീ നിൻ്റെ സുഹൃത്തായ ശിവനോട് ഞാൻ പറഞ്ഞതായിട്ട് ഈ കൃതജ്ഞതാവചനങ്ങൾ അങ്ങ് ശിവഭഗവാന് ഓതുക. ഇതാണ് മാണിക്യവാചകർ പറയുന്നത്. പൂവിൻ തേനും മഹേന്ദ്രനും ചേലെഴും നാവിൻ മകളും നാരായണനും മറകളും മുപ്പരും ജ്യോതിസും വാനോരും അറിയാത്തവരെ പോരും ചേവടിക്ക് അരികത്ത് ചെന്നത് വരിവണ്ടേ നീ പാടുക.
അപ്പോൾ ശിവൻ്റെ അരികത്ത് നിന്ന് അല്ലയോ വണ്ടേ നീ പാടുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഭ്രമര സന്ദേശം ശരിക്കും ആധ്യാത്മികമായ വളരെ ഔന്നത്യമുള്ള വാക്കുകളാണ്, കവിയതയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു ഭക്തൻ്റെ അല്ലെങ്കിൽ ഒരു സാധകൻ്റെ ഹൃദയത്തിലെ ആ വാച്യമായ പ്രേമവായ്പ് മുഴുവനും ഈ വരികളിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. മാണിക്യവാചകർക്ക് ശിവനോട് എത്രമാത്രം വലിയ ഭക്തിയും സ്നേഹാദരങ്ങളും വർദ്ധിച്ച ആ ആനന്ദാനുഭവവും ആണോ ശിവനോടുള്ളത്, ആ അനുഭൂതികളെല്ലാം ഇവിടെ വാക്കുകളിൽ മാണിക്യവാചകർ ഈ ഭ്രമരഗീതത്തിൽ, ഈ കോത്തുമ്പിയോടുള്ള ഗാനത്തിൽ പാടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആത്മീയതയുടെ മഹോന്നതമായ തലത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഗീതങ്ങളാണ്. അപ്പോൾ ഭ്രമരഗീതമായിക്കൊള്ളട്ടെ, അതുപോലെ തുമ്പി പാട്ടുകളായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ ആത്മീയതയുമായി ഗാഢബന്ധമുള്ളവയാണെന്ന് ഓർക്കുക. ഓം ശിവായ നമഃ.